ഹായ് മക്കളെ, ഒന്നാം ക്ലാസ് പഠിക്കുന്ന മിസ്സിൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഏതാണ്? മാത്സ് ആണ് അല്ലേ. മാത്സിൽ ചാപ്റ്റർ 1 ആണ്. ചാപ്റ്റർ 1ൻ്റെ പേരെന്താണ്? തിത്തിരി ആൻഡ് ഫ്രണ്ട്സ്, തിത്തിരിയും കൂട്ടുകാരും. അപ്പം നമുക്ക് ഈ പേജിൽ എന്താ ഉള്ളത് നോക്കിയാലോ. നമ്മൾ എന്തൊക്കെയാ ഈ പേജിൽ കാണുന്നത്? രണ്ട് കുട്ടികളുണ്ട് അല്ലേ. ഒരു ആൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. അതുപോലെ തന്നെ ഒരു പൂവൻ കോഴിയുണ്ട്, ഒരു പിടക്കോഴിയുണ്ട്, അവരുടെ കുഞ്ഞു മക്കളും ഉണ്ട്. അപ്പോൾ കോഴിക്ക് എന്താ പറയുക? ഹെൻ. പൂവൻ കോഴിക്കോ? കോക്ക്. അവർ കുഞ്ഞുങ്ങൾക്ക് എന്താണ് പറയുക? ചീക്സ് അല്ലേ. പിന്നെ ഇപ്പുറത്ത് എന്താ ഉള്ളത്? താറാവുണ്ട് അല്ലേ. താറാവിന് എന്താണ് പറയുക? ഡക്ക്. അതിൻ്റെ കുഞ്ഞുങ്ങൾക്കോ? ഡക്ലിങ്സ്. ഓക്കെ അല്ലേ. പിന്നെ നമ്മൾ ബാക്കിൽ എന്താണ് കാണുന്നത്? ഡോഗ് ഉണ്ട് അല്ലേ. ഡോഗിൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് പറയുക? പപ്പീസ്. പിന്നെ ആരാണിതാ ആലയിൽ നിൽക്കുന്നത്? പശു ആണല്ലേ. പശുവിന് എന്താണ് പറയുക? കൗ. കൗവിൻ്റെ കുട്ടിക്കോ? കാഫ്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഈ പിക്ചറിൽ കാണുന്നതെന്ന് നോക്കിയാലോ. ഒരു തത്ത പറന്ന് പോകുന്നുണ്ട് അല്ലേ. പിന്നെയോ ഒരു കിളി മരത്തിൻ്റെ മുകളിൽ മുട്ട വെച്ച് അടയിരിക്കുന്നുണ്ട് അല്ലേ. പിന്നെ എന്താണ് കാണുന്നത്? ഒരു പൂച്ചയുണ്ട്. പൂച്ചക്ക് എന്താ പറയുക? കാറ്റ്. കാറ്റിൻ്റെ കുഞ്ഞുങ്ങൾക്കോ? കിറ്റൺ അല്ലേ. പിന്നെ റോഡിലൂടെ സൈക്കിളിൽ പോകുന്നുണ്ട്. പിന്നെ ഒരു ഓട്ടോ വരുന്നുണ്ട്. പിന്നെ തെങ്ങിൻ്റെ മുകളിലായിട്ട് ഒരു കിളിക്കൂടൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നാലോ. എന്തൊക്കെയാണ് ചാപ്റ്ററിൽ പറയുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഫസ്റ്റ് പേജ് എടുക്കാം. ഫസ്റ്റ് പേജിൽ തന്നെ ഒരു കാക്ക ഫോണിൽ സംസാരിക്കുന്നതാണല്ലേ കാണുന്നത്. കാക്ക എന്താണ് പറയുന്നത്? ഹലോ, കോൾ അതേഴ്സ് ഓൾസോ, ടുഡേ ഈസ് ഗോയിങ് ടു ബി ഫൺ. ഇന്ന് നല്ല തമാശയുള്ളൊരു ദിവസമാണ്, എല്ലാവരും വരൂ എന്ന് പറയണം കേട്ടോ. അപ്പോൾ പിന്നെന്താ കാണിക്കുന്നത്? കാ 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 നോയ്സി ക്രോസ്. ഇമ ആൻഡ് അമൽ സ്റ്റെപ്പ്ഡ് ഔട്ട് ടു ലുക്ക് എ ലിറ്റിൽ ബേർഡ് ഹൈഡിങ് ഫ്രം ദ ക്രോസ് ഇൻ എ ഹോൾ ഇൻ ദ ട്രീ. ഇമയും അമലും കൂടെ പുറത്ത് വന്ന് നോക്കിയത് എന്തിനാണ്? കാ 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 എന്നുള്ള കാക്കയുടെ ഭയങ്കര ശബ്ദത്തോണ്ട്. അപ്പം എന്താണ് പുറത്ത് വന്ന് നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത്? ഒരു കുഞ്ഞു ബേർഡ് മരത്തിൻ്റെ പൊത്തിൽ ഒളിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അമല് പറയാണ്, ഹേ എ ലിറ്റിൽ ബേർഡ്, ഒരു ചെറിയ കിളി അല്ലേ. അപ്പോൾ ഇമ എന്തു പറയും? ലെറ്റ്സ് ടേക്ക് ഹെർ ടു ഹെർ മോം. ആ കുഞ്ഞിനെ നമുക്ക് അതിൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കാം. അപ്പോൾ അമൽ എന്തു പറയും? മസ്റ്റ് കീപ്പ് ഹെർ സേഫ് ഫ്രം ക്രോസ് ആൻഡ് കാറ്റ്സ്. എന്താണ്? കാക്കയുടെ അടുത്തുനിന്നും പൂച്ചയുടെ അടുത്തുനിന്നും ഒക്കെ ഈ കിളിയെ നമുക്ക് സംരക്ഷിക്കണം, സേഫ് ആക്കണം എന്ന് പറയുകയാണല്ലേ. അപ്പം നമ്മുടെ ഇമ പറയും, യെസ് ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. അപ്പോൾ അമൽ പറയാണ്, വാട്ട്സ് ഹെർ നെയിം, എന്താണ് ഇതിൻ്റെ പേര്? ലെറ്റ്സ് കോൾ ഹെർ തിത്തിരി, നമുക്ക് തിത്തിരി എന്ന് വിളിക്കാമെന്ന് ഇമ പറയാണ്. ലാലി കാറ്റ് ടിക്ടോയ്ഡ് ഇൻ ടു ക്യാച്ച് ദ ലിറ്റിൽ ബേർഡ്. അപ്പോൾ ലാലി കാറ്റ് എന്താണ്? ലാലി എന്ന് പറഞ്ഞ പൂച്ച ഈ കിളിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അമൽ എന്ത് ചെയ്യും? അമൽ ഗോട്ട് എ സ്റ്റിക്ക് ആൻഡ് ചേസ്ഡ് ദ കാറ്റ് അവേ. അവനൊരു വടിയെടുത്ത് കൊണ്ടുവന്ന് കാറ്റിനെ ഓടിക്കും അല്ലേ. ഔട്ട്സ് എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഇമ എന്താ പറയുക? വേർ ഇസ് തിത്തിരി? തിത്തിരിയെ കാണില്ലല്ലോ, എവിടെയാണ് തിത്തിരി എന്ന് ചോദിക്കുകയാണ്. ദേ സെർച്ച്ഡ് ഫോർ തിത്തിരി എവ്രിവെയർ. അവർ എല്ലാ സ്ഥലത്തും തിത്തിരിയെ തിരയാണ് കേട്ടോ. നോട്ട് ഓൺ ഇൻ അൽമിറ, അൽമാരയിലൊന്നുമില്ല. പിന്നെ ഇമ നോക്കും, കട്ടിലിൻ്റെ ചുവട്ടിൽ നോക്കും. നോട്ട് അണ്ടർ ദ ബെഡ്, ബെഡിൻ്റെ ചുവട്ടിലും ഇല്ലയെന്ന് ഇമ പറയാണ്. പിന്നെയോ നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ സോഫ, സോഫയുടെ മുന്നിലുമില്ല. നോട്ട് ബിഹൈൻഡ് ദ സോഫ, സോഫയുടെ പിന്നിലുമില്ല. കുഡിൻറ്റ് ഫൈൻഡ് ഹെർ എനിവെയർ ഔട്ട്സൈഡ്, പുറത്ത് എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. അപ്പോൾ ലെറ്റ്സ് ലുക്ക് ഇൻസൈഡ് ദ ഡോൾ ഹൗസ്. അപ്പോൾ അവർ വീട്ടിനുള്ളിലുള്ള ഡോൾ ഹൗസിലൊന്ന് നോക്കുകയാണ്. യെസ് ഹിയർ ഇറ്റ് ഈസ്. അപ്പോൾ അവിടെ ഉണ്ട് അല്ലേ നമ്മുടെ തിത്തിരിക്കിളി.
ഐ വാണ്ട് ടു സീ മൈ മോം. അപ്പോൾ തിത്തിരി എന്താണ് പറയുന്നത്? എനിക്ക് എൻ്റെ അമ്മയെ കാണണം. അപ്പോൾ ഡോൺ വറി, വെൽ ഫൈൻഡ് ഹർ. അപ്പം നമ്മുടെ ഇമ പറയാണ്, ഡോൺ വറി, നീ വിഷമിക്കേണ്ട, നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയാണ്. അങ്ങനെ അവർ അമ്മയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. തിത്തിരി ആസ്ക്ഡ് ദ കാറ്റ്. അപ്പോൾ ഒരു പൂച്ചയും കുഞ്ഞുങ്ങളും അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ തിത്തിരി ചോദിക്കുകയാണ്, ആർ യു മൈ മോം? നീയാണോ എൻ്റെ അമ്മ? അപ്പം പൂച്ച എന്ത് പറയും? ഐ ഹാവ് 2 കിഡ്സ്, നൺ ലുക്ക് ലൈക്ക് യു. എനിക്ക് 2 മക്കളുണ്ട്, 2 കിഡ്സ് ഉണ്ട്, പക്ഷെ അതുപോലെ അല്ല നീ എന്ന് പറയാണ്. അപ്പോൾ അതാ അവിടെ 2 എന്ന് ഓറഞ്ച് കളറിൽ എഴുതി കാണിച്ചത് കണ്ടോ? അടുത്തതായിട്ട് അവർ പശുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ദേ വെൻറ്റ് ടു ദ കൗ. ആർ യു മൈ മോം? തിത്തിരി ചോദിക്കുകയാണ്, ആർ യു മൈ മോം? നീ എൻ്റെ അമ്മയാണോ? അപ്പോൾ പശു എന്താണ് പറയുക? കൗ എന്താണ് പറയുക? ഐ ഹാവ് ഓൺലി 1 കിഡ്. എനിക്ക് ആകെ ഒരു കുട്ടിയേ ഉള്ളൂ എന്ന്. അവിടെ ദാ ബ്ലൂ കളറിൽ 1 എഴുതിയത് കണ്ടോ? അടുത്തതായി ആരുടെ അടുത്തേക്കാണ് പോണത്? മീറ്റ് ഡോഗി ആൻഡ് ഹെർ കിഡ്സ്. ഡോഗിൻ്റെ അടുത്തേക്കാണല്ലേ. ഡോഗിനോടും ചോദിക്കും, ആർ യു മൈ മോം? നീ എൻ്റെ അമ്മയാണോ? അപ്പോൾ ഡോഗ് എന്ത് പറയും? ഐ ഹാവ് 5 കിഡ്സ്. ലുക്ക് ഡസ് എനി വൺ ലുക്ക് ലൈക്ക് യു. നിന്നെപ്പോലെ ഒരാളുമില്ല, എനിക്ക് 5 കുട്ടികളുണ്ടെന്ന് പറയാണ്. അപ്പോൾ അവിടെ 5 എന്ന് എഴുതി കാണിച്ചത് കണ്ടോ? അടുത്തതായിട്ട് ആരുടെ അടുത്തേക്കാണ് പോകുന്നത്? ദേ ഓൾസോ മീറ്റ് ഹെൻ ആൻഡ് ഹെർ ഫാമിലി. കോഴിയും കോഴിയുടെ ഫാമിലിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഈസ് ദീസ് യുവർ കിഡ്? അപ്പോൾ ഇമ ചോദിക്കുകയാണ്, ഇത് നിൻ്റെ കുട്ടിയാണോ? അപ്പം കോഴി എന്ത് പറയും? ഹെൻ എന്താണ് പറയുക? ഐ ഹാവ് 4 ബട്ട് നൺ ഈസ് ലൈക്ക് ദിസ് കിഡ്. എനിക്ക് 4 കുട്ടികളുണ്ട്, പക്ഷേ ആരും ഇതിനെപ്പോലെല്ലാം തിത്തിരിയെപ്പോലില്ല എന്ന് പറയണം. അപ്പോൾ അത് അവിടെ 4 എന്ന് എഴുതി കാണിച്ചത് കണ്ടോ? ഓറഞ്ച് കളറിലാണല്ലേ എഴുതി കാണിച്ചിട്ടുള്ളത്. അടുത്തതായിട്ടോ, ദേ സോ എ ക്രൗസ് നെസ്റ്റ്. അങ്ങനെ ഒരു കാക്കക്കൂട് കാണുകയാണ്. അപ്പോൾ അവർ അങ്ങോട്ട് ചെന്നിട്ട് ഈസ് ദിസ് യുവർ കിഡ്? ഇത് നിൻ്റെ കുട്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ കാക്ക എന്ത് പറയും? മൈ 3 eggs haven't hatched yet. എനിക്ക് 3 മുട്ട വിരിഞ്ഞിട്ട് പോലുമില്ല. എനിക്ക് 3 മുട്ട ഞാൻ അടയിരിക്കുകയാണ്, വിരിയാൻ വെച്ചിരിക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ അത് അവിടെ 3 എന്ന് റെഡ് കളറിൽ എഴുതി കാണിച്ചത് കണ്ടോ മക്കള്? അടുത്തതായിട്ടൊരു കുഞ്ഞു വർക്കാണ്. കൗണ്ട് ആൻഡ് റൈറ്റ് ഈച്ച്. ഓരോന്നും കൗണ്ട് ചെയ്തിട്ട് ആ നമ്പർ എഴുതാനാണ് പറയുന്നത്. അതാ അവിടെ ഒരു പശുക്കുട്ടി ഉണ്ട് അല്ലേ, കാഫ്. അത് എത്ര എണ്ണം ഉണ്ട്? 1. അപ്പം നമ്മൾ ആ ലൈൻസിൻ്റെ മുകളിലൂടെ 1 എന്ന് എഴുതി കൊടുക്കണം. അടുത്തതായിട്ട് ഡക്ലിങ്സ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. അപ്പം നമ്മൾ ആ ലൈനിൻ്റെ മുകളിൽ കൂടെ 4 എന്ന് എഴുതി കൊടുക്കാം. പിന്നെ പപ്പീസ് എത്ര എണ്ണാണുള്ളത്? 1 2 3 4 5. അപ്പം ലൈനിൻ്റെ മുകളിലൂടെ 5 എഴുതി കൊടുക്കാം. നമുക്ക് മിസ് എണ്ണുന്ന സമയത്ത് മക്കളും കൂടെ എണ്ണണം കേട്ടോ. പിന്നെയോ കിറ്റൺസ് എത്ര എണ്ണം ഉണ്ട്? 1 2. അപ്പം നമുക്ക് അവിടെ 2 എഴുതി കൊടുക്കാം. പിന്നെ കുഞ്ഞു ബേഡ്സ് എത്ര എണ്ണാണുള്ളത്? 1 2 3. അപ്പം നമ്മൾ 3 എഴുതി കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ബോക്സിലുള്ള ലൈൻസിൻ്റെ മുകളിൽ കൂടെ 1 2 3 4 5 എന്ന് എഴുതാം. അതിനുശേഷം താഴെ അതുപോലെ നോക്കിയിട്ട് 1 2 3 4 5 എന്നെഴുതി ഫുള്ളാക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് പേജ് നോക്കിയാലോ. അടുത്തതായിട്ട് ഇമ ആൻഡ് അമൽ ഷോഡ് ദയർ പിക്ചർ ബുക്ക് ടു തിത്തിരി ദ സോങ്. അവർ ഇമൻ്റെ അമലിൻ്റെയും പിക്ചർ ബുക്ക് തിത്തിരിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് സോങ് പാടുകയാണ് കേട്ടോ. വാട്ട്സ് ഇൻ പേജ് 1? 1 cat on the first page. 1 1 1. ഒന്നാമത്തെ പേജിൽ എന്താണ്? ഒരു പൂച്ചയാണല്ലേ. അപ്പം നമ്മൾ ആ കുത്തിൻ്റെ മുകളിലൂടെ 1 എന്ന് എഴുതി കൊടുക്കാം. എത്ര എണ്ണം ഉണ്ട്? 1. അടുത്ത പേജിൽ എന്താണ്? വാട്ട് ഇസ് ഇൻ പേജ് 2? 2 birds on the second page. 2 2 2. ഇപ്പോൾ 2 birds ആണുള്ളത്. അപ്പം നമുക്ക് അവിടെ 2 എന്ന് എഴുതി കൊടുക്കാം. അടുത്തതോ, വാട്ട്സ് ഇൻ പേജ് 3? 3 parrots on the third page. 3 3 3. ഇപ്പം 3 തത്തയാണല്ലേ, 3 തത്തയാണുള്ളത്. അപ്പം നമുക്ക് അവിടെ 3 എന്ന് എഴുതി കൊടുക്കാം. അടുത്തതായിട്ട് വാട്ട് ഈസ് ഇൻ പേജ് 4? 4 owls on the fourth page. 4 4 4. അപ്പം 4
ഔൾസ് ആണുള്ളത്. അപ്പം നമുക്ക് അവിടെ 4 എന്ന് എഴുതി കൊടുക്കാം. വാട്ട്സ് ഇൻ പേജ് 5? അഞ്ചാമത്തെ പേജിൽ എന്താണ്? 5 മാംഗോസ് ഓൺ ദ 5th പേജ്. 5 മാങ്ങകളാണല്ലേ ഉള്ളത്. 5 5 5. അപ്പോൾ അവിടെ നമുക്ക് 5 എന്ന് എഴുതി കൊടുക്കാം. അടുത്തതായിട്ട് ഫിംഗർ പെയിൻറ്റിങ്സ്. ലെറ്റ്സ് ഡു സം ഫിംഗർ പെയിൻറ്റിങ്സ്. അപ്പോൾ നമ്മൾ കൈവിൻ്റെ ഫിംഗർ എന്ത് ചെയ്യുക? മഷിയിൽ മുക്കിയിട്ട് അവിടെ പെയിൻറ്റ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തതിൽ എത്ര ഫിംഗർ പെയിൻറ്റിങ് ഉണ്ട്? 1. അപ്പം നമ്മളവിടെ 1 എന്നുള്ളത് എഴുതി കൊടുക്കാം ആ റൗണ്ടിൻ്റെ ഉള്ളിൽ. അടുത്തതായിട്ട് 4 എന്നാണ് റൗണ്ടിൻ്റെ ഉള്ളിൽ നമ്പർ ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ 4 എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ ഫിംഗർ എന്ത് ചെയ്യുക? 4 എണ്ണം അവിടെ ഫിംഗർ പെയിൻറ്റിങ്സ് ചെയ്യാം. അടുത്തതിലോ 5 ചെയ്യാം. 5 അതുപോലെ എഴുതി കൊടുക്കുക. അടുത്തതിൽ 2 ചെയ്യാം. അടുത്തതിൽ എത്രയാണ് നമ്പർ ഉള്ളത്? 3 അല്ലേ? സിമ്പിൾ അല്ലേ ഈ വർക്ക്? അപ്പോൾ കുട്ടികളൊന്നും ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തതായിട്ട് എന്താണ്? സീ ദ പിക്ചർ, സേ വാട്ട് ഓൾ തിങ്സ് യു സീ. ഈ പിക്ചറിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത് എന്നാണ് കേട്ടോ. അപ്പോൾ ഇമ്മ പറയുന്നത് എന്താണ്? എമംഗ് ദ ചിക്സ് ദർ ഈസ് എ ബിഗ് വൺ. ഈ ചിക്സിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ കോഴി ഉണ്ട് എന്നല്ലേ. അതുപോലെ തന്നെ അമൽ എന്താണ് പറയുന്നത്? എമംഗ് ദ ഡക്സ് 2 ബിഗ് ഡക്സ്. ഡക്സിൻ്റെ കൂട്ടത്തിൽ 2 വലിയ ഡക്ക് ഉണ്ട് എന്നാണ് അല്ലേ പറയുന്നത്. അടുത്തത് ഇൻ ദ ഫ്ലോക്ക്, സീ ദ പിക്ചർ, സേ ആൻഡ് റൈറ്റ്. പിക്ചർ നോക്കിയിട്ട് പറഞ്ഞുകൊണ്ട് എഴുതാനാണ് കേട്ടോ പറയുന്നത്. ഇൻ ഫ്രണ്ട് ഓഫ് ദ മദർ ഡക്ക് ഡാഷ് ലിറ്റിൽ ഡഗ്സ്. അപ്പോൾ മദർ ഡക്കിൻ്റെ മുൻപിലായിട്ട് എത്ര ലിറ്റിൽ ഡഗ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര എണ്ണ? ഒന്ന് എണ്ണി നോക്കിക്കേ. 1 2. അപ്പോൾ 2 എന്ന് ഫസ്റ്റ് ബോക്സിൽ എഴുതി കൊടുക്കുക. അടുത്തതായിട്ട് അറ്റ് ഹെയർ ബാക്ക് ഡാഷ് ലിറ്റിൽ ഡഗ്സ്. ബാക്കിൽ എത്ര എണ്ണാണുള്ളത്? 1 2 3. അപ്പോൾ ആ ബോക്സിൽ 3 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ 2 and 3 മേക്ക്. 2ഉം 3യും കൂടിയാൽ എത്രയാണ്? ഒന്ന് എണ്ണി നോക്കിക്കേ. 1 2 3 4 5 അല്ലേ? അപ്പോൾ 2 and 3 മേക്ക് 5. പിന്നെയോ 2 ducklings walked ahead to get beside their mother's side. 1 was still behind. അപ്പോൾ എന്ത് ചെയ്തു? 3 ഡക്കിൻ്റെ കുഞ്ഞുങ്ങളല്ലായിരുന്നോ ബാക്കിൽ? അവർ 2 ആൾ ഡക്കിൻ്റെ കൂടെ തന്നെ നടക്കാൻ തുടങ്ങി. ഒരാൾ ബാക്കിലുമായി. അപ്പോൾ ഡാഷ് ഡക്ലിങ്സ് ഇൻ ഫ്രണ്ട്, ഡാഷ് ഡക്ലിങ്സ് അലോങ് സൈഡ്, ഡാഷ് ഡക്ലിങ് ബിഹൈൻഡ്. അപ്പോൾ എത്ര എണ്ണയാണ്? ഡാഷ് ഡക്ലിങ് ഇൻ ഫ്രണ്ട്. ഈ അടുത്ത പിക്ചറിൽ എത്ര എണ്ണമാണ് മുന്നിലുള്ളത്? 2 അല്ലേ? അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ 2 എഴുതി കൊടുക്കാം. പിന്നെയോ അലോങ് സൈഡ് ഡക്ക്, മദർ ഡക്കിൻ്റെ കൂടെ തന്നെ എത്ര എണ്ണം ഉണ്ട്? അതും 2 അല്ലേ? ഒന്ന് എണ്ണി നോക്കിക്കേ. 1 2. അപ്പോൾ അവിടെയും 2 എന്ന് എഴുതി കൊടുക്കാം. പിന്നെ ഡാഷ് ഡക്ലിങ് ബിഹൈൻഡ്, ഡക്കിൻ്റെ ബാക്കിൽ എത്ര എണ്ണം ഉണ്ട്? 1. ഓക്കെ അല്ലേ? അപ്പം നമുക്കത് ഇങ്ങോട്ട് എടുത്തെഴുതാം. 2 and 2 and 1 മേക്ക് എത്രയാണ്? 5. 2 2 5 എത്രയാണ്? 5. ഓക്കെ അല്ലേ? ദ 2 ഡക്ലിങ്സ് വിത്ത് ദ മദർ വാക്ക്ഡ് എഹെഡ്. പിന്നെ എന്ത് ചെയ്തു? 2 ഡക്കും കൂടെ എന്ത് ചെയ്തു? മദറിൻ്റെ മുന്നിലോട്ട് വന്നു. അപ്പോൾ എത്ര എണ്ണമാണുള്ളത്? ഡാഷ് ഡക്ലിങ്സ് ഇൻ ഫ്രണ്ട്. അപ്പോൾ മുൻപിൽ എത്ര എണ്ണമായി? 4 അല്ലേ? 2 എണ്ണം ആദ്യം മുൻപിലുണ്ട്, പിന്നെ 2 എണ്ണം കൂടെ വന്നു. അപ്പോൾ 4. അടുത്തതോ ഡാഷ് ഡക്ലിങ്സ് ബിഹൈൻഡ്. അപ്പോൾ മുന്നിൽ 4 ആയാൽ പിന്നെ ബാക്കിൽ എത്ര എണ്ണമുള്ളത്? 1. അങ്ങനെയാണെങ്കിൽ താഴെ നമുക്ക് എഴുതി നോക്കിയാലോ. 4 and 1 മേക്ക് 5 അല്ലേ? 4 1 4ഉം 1 എത്രയാണ്? 5. ഇനി അടുത്തത് നോക്കാം. അമൽ ആൻഡ് ഇമ ആൻഡ് തിത്തിരി റീച്ച്ഡ് ദ ഗാർഡൻ. അപ്പോൾ അമലും ഇമയും കൂടെ തിത്തിരിനെയും കൊണ്ട് ഗാർഡൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള പൂക്കളൊക്കെ കൗണ്ട് ചെയ്തിട്ട് എഴുതാനാണ് കേട്ടോ പറയുന്നത്. എണ്ണി നോക്കിയിട്ട് എഴുതുക. അപ്പോൾ മക്കൾ നോക്കിക്കേ. ആദ്യത്തെ ബ്ലൂ കളറുള്ള പൂവ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ എന്തെഴുതാം? 4 എന്ന് എഴുതാം അല്ലേ? പിന്നെയോ അടുത്ത പൂവ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 ഉണ്ട് അല്ലേ? പിന്നെ ഇതാ മുന്നിലുള്ളത് ഈ പൂവ് ഒരൊറ്റ എന്നാലേ ഉള്ളത്, അത് 1 എന്ന് എഴുതി കൊടുക്കാം. പിന്നെ അടുത്ത പൂവ് 1 2 2 ആണുള്ളത്. പിന്നെ ആ യെല്ലോ കളറുള്ള പൂവോ 1 2 3 ആണ് അല്ലേ? ഇനി നമുക്കൊരു പാട്ട് പാടാം. ലെറ്റ്സ് സിങ് എ സോങ്. 1 shoe flower
pretty and red. അപ്പോൾ അവിടെ 1 എഴുതി കൊടുക്കാം. പിന്നെ 2 marigolds orange colored. marigold ഏത് കളറാണ്? ഓറഞ്ച് അല്ലേ? അപ്പോൾ അവിടെ 2 എന്ന് എഴുതി കൊടുക്കാം. പിന്നെ യെല്ലോ ഫ്ലവർ 3 മുക്കുറ്റീസ് ഗോൾഡൻ യെല്ലോ. അപ്പോൾ ഗോൾഡൻ യെല്ലോ 3 ആണല്ലേ ഉള്ളത്. അപ്പം ആ ബോക്സിൽ 3 എന്ന് എഴുതാം. പിന്നെയോ 4 ബ്ലൂ പീസ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ അടുത്തത് 4 എന്ന് എഴുതി കൊടുക്കാം. 5 വൈറ്റ് ലില്ലീസ് ഓൺ ദ പോണ്ട്. 5 വൈറ്റ് ലില്ലീസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ 5 എന്ന് എഴുതി കൊടുക്കാം. സിമ്പിൾ അല്ലേ? പിന്നെന്താണ്? ഫ്രണ്ട്സ് റയാൻ ആൻഡ് ആവണി ആർ കമ്മിങ്. റയാനും ആവണിയും വന്നിക്കാണ്. അപ്പം നമ്മുടെ ഇമ പറയും ലെറ്റ് ഷോ ദം തിത്തിരി. ഞാൻ തിത്തിരിയെ കാണിച്ചു തരാമെന്ന് പറയാണ്. റയാൻ ആൻഡ് ആവണി കെയിം ടു സീ തിത്തിരി. അങ്ങനെ റയാനും ആവണിയും കൂടെ തിത്തിരീനെ കാണാൻ വരികയാണ്. അപ്പം നമ്മുടെ റയാന് കണ്ണ് കാണൂല കേട്ടോ. അപ്പോൾ അവൻ പറയാണ് ഐ കാൺ സീ ഹെർ ലെറ്റ് മീ ഫീൽ ഹെർ. എനിക്ക് കണ്ണ് കാണാത്തതുകൊണ്ട് തന്നെ എനിക്ക് കാണാൻ പറ്റൂലല്ലോ. അപ്പം ഞാൻ അതിനെ ഫീൽ ചെയ്തിട്ട് നോക്കട്ടെ എന്ന് പറയാണ്ട്, തൊട്ട് നോക്കട്ടെ എന്ന് പറയാണ്. ഹീ കെയർസ്ഡ് തിത്തിരി സോ സ്മൂത്ത് ഹീ സെഡ്. അപ്പോൾ അവൻ പറയാണ് ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട് എന്ന്. അടുത്തത് എന്താണ്? അമൽ ബ്രോഡ് സം ടോയ്സ് ടു പ്ലേ. അമൽ കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടോയ്സ് വാങ്ങിയിട്ടുണ്ട്. ദേ ഗ്രൂപ്പ്ഡ് സിമിലർ ടോയ്സ്. അപ്പോൾ ഒരേപോലുള്ള ടോയ്സൊക്കെ ഗ്രൂപ്പ് ആക്കുകയാണ് വേണ്ടത്. വിച്ച് ഓഫ് ദ ടോയ്സ് ആർ ലൈക്ക് കൗണ്ട് ആൻഡ് റൈറ്റ്. അപ്പം നമുക്ക് ഓരോ ടോയ്സ് എത്ര എണ്ണം ഉണ്ട് എന്ന് കൗണ്ട് ചെയ്തിട്ട് എഴുതാം. ടോപ്പ് ആദ്യത്തെ തന്നെ ടോപ്പ്. ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പമ്പർ അല്ലേ? അപ്പോൾ പമ്പർ എത്ര എണ്ണം ഉണ്ട്? 1 2 അല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ 2 എഴുതി കൊടുക്കാം. പിന്നെ ടോയ് ട്രക്ക് എത്ര എണ്ണം ഉണ്ട്? 1. ഒരു റെഡ് ഉണ്ട്, ഒരു ഗ്രീൻ ഉണ്ട് അല്ലേ? അതല്ലേ ഉള്ളൂ. അപ്പോൾ 2 തന്നെ എഴുതി കൊടുക്കാം. പിന്നെ ഡ്രം ആണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രം എത്ര എണ്ണ? ആകെ 1 അല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ 1 എഴുതി കൊടുക്കാം. പിന്നെ പറഞ്ഞിട്ടുള്ളത് വിസിലാണ്. വിസിൽ ഇതാ 3 എണ്ണം അല്ലേ? അല്ല 3 4 5 എണ്ണം ഉണ്ട്. 5 എഴുതി കൊടുക്കാം. പിന്നെയോ ബാറ്റ് അതുപോലെ തന്നെ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ട്, പിന്നെ ഷട്ടിൽ ബാറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ 2 ബാറ്റ് ഉണ്ട്. അപ്പോൾ അത് 2 എന്ന് എഴുതി കൊടുക്കാം. പിന്നെയോ റോബോട്ട് എത്ര എണ്ണമാണ്? 1 2 അല്ലേ? 2. അപ്പോൾ അവിടെ 2 എഴുതാം. പിന്നെ ബോള് 3 ആണ് അല്ലേ? 2 വലിയ ബോളും ഒരു ചെറിയ ബോളും ഉണ്ട് അല്ലേ? വാട്ട് മോർ ടു കൗണ്ട്. അപ്പോൾ നമ്മൾ എണ്ണാത്തത് എന്തെങ്കിലും ഇതിലുണ്ടോ? ഡോൾസ് ഉണ്ട് അല്ലേ? ഡോൾസ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 ഉണ്ട് അല്ലേ? 4 ഡോൾസ് അല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ എണ്ണാത്ത. 1 2 3 4 ഓക്കെ അല്ലേ? അപ്പോൾ ഹൗ മെനി എത്ര എണ്ണം ഉള്ളത്? അപ്പോൾ വാട്ട് മോർ കൗണ്ട് എന്നുള്ളിടത്ത് ഡോൾസ് എഴുതുക, ഹൗ മെനി എന്നുള്ളിടത്ത് 4 എഴുതുക. അടുത്തത് ഡിഡ് എവറി വൺ റൈറ്റ് ദ സെയിം നമ്പർ. അപ്പോൾ അത് ക്ലാസ്സിൽ നിന്ന് നോക്കേണ്ടതാണ് കേട്ടോ. എല്ലാവരും സെയിം നമ്പറാണ് എഴുതിയിട്ടുള്ളതെന്ന്. അപ്പോൾ അടുത്തത് നോക്കാം. അടുത്തത് ഫീൽ ആൻഡ് റൈറ്റ്. നമ്മുടെ റയാൻ പറയാണ് ഹൗ ഡു വി റൈറ്റ് 1. എങ്ങനെയാണ് 1 എന്ന് എഴുതുക എന്ന്. അപ്പോൾ ദർ ഈസ് എ സോങ് ഫോർ ഇറ്റ്. അപ്പോൾ ഒരു പാട്ട് പാടുകയാണ്, ഒരു പാട്ട് പാടി തരാമെന്ന് പറയാണ്. ഹൗ ഡു വി റൈറ്റ് 1. എങ്ങനെയാണ് 1 എന്ന് എഴുതുക? ദിസ് ഈസ് ഹൗ വി റൈറ്റ് 1. നോ കർവ്, നോ ടേൺ, നോ സ്ലാൻഡ്, നോ ബെൻഡ്, എ ലിറ്റിൽ ലൈൻ ഷോർട്ട് ആൻഡ് സ്ട്രെയിറ്റ്. അപ്പോൾ എന്താണ് പറയുന്നത്? കർവില്ല, ടേണല്ല, വളയണ്ട, തിരിയണ്ട, ബെഞ്ചാവേണ്ട, ഒന്നും ആവേണ്ട, നേരെ ഒരു ചെറിയ വര വരച്ചാൽ മതി എന്നാലേ പറയുന്നത്. ചെറിയൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള വര വരച്ചാൽ മതി. ദാറ്റ്സ് എ നൈസ് 1. അതാണ് 1 എന്നാണ് പറയുന്നത്. ഓൾ ഫോർ 1 1 ഫോർ ഓൾ. അപ്പോൾ അതാണ് 1 എങ്ങനെയാണ് എഴുതുക എന്ന് പറയുന്നത്. നേരെ ഷോർട്ടായിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വര വരച്ചാൽ മതി എന്നാണ് അല്ലേ പറയുന്നത്. ടു റൈറ്റ് 2 ജസ്റ്റ് ഫീൽ ദിസ് പിക്ചർ. അപ്പോൾ 2 എങ്ങനെയാണ് എഴുതാന്ന് ഈ പിക്ചർ ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാനുണ്ട്. ജസ്റ്റ് ഫീൽ. അപ്പോൾ ഓക്കെ ഇമ ഐ ഗോട്ട് ഇറ്റ് നൗ എന്ന് പറയാണ് റയാൻ. അപ്പോൾ റയാൻ മൂവ്ഡ് ഹിസ് ഫിംഗർ ഓൺ ദ സാൻഡ് പേപ്പർ കാർഡ്. അപ്പോൾ അത് സാൻഡ് പേപ്പർ കാർഡാണ്. അപ്പോൾ അത് നമ്പറിൻ്റെ മുകളിൽ കൂടെ റയാൻ കൈകൊണ്ട് ഇങ്ങനെ ഫീൽ ചെയ്യാണ് കേട്ടോ, എങ്ങനെയാണ് 2 എഴുതേണ്ടത് എന്നുള്ളത്. അടുത്തത് അങ്ങനെ അവർ തിത്തിരിനെയും കൊണ്ട് പോകുമ്പോൾ എവിടുന്നോ ഒരു കിളി കരയുന്ന സൗണ്ട് കേൾക്കുകയാണ്. ദേ ഹിയർഡ് എ ബേർഡ് ക്രൈയിങ് ഔട്ട്സൈഡ്. ദേ വെൻറ്റ് ടു ദ ഗാർഡൻ. അപ്പോൾ അവർ ഗാർഡൻ്റെ പുറത്തേക്ക് പോയി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അമൽ പറയും ഹിയർ ഈസ് യുവർ മോം. നിൻ്റെ അമ്മ അതാന്ന് പറയണം. അപ്പോൾ ആ പക്ഷി അമ്മക്കിളി പറയാണ് മൈ ഡിയർ എന്ന്. അപ്പോൾ നമ്മളെ തിത്തിരി പറയും മോമി. തിത്തിരി വാസ് ബോത്ത് ഹാപ്പി ആൻഡ് സാഡ്. തിത്തിരി ഒരേ സമയം ഹാപ്പിയുമാണ് എന്നാൽ കുറച്ച് സാഡുമാണ് അല്ലേ, ഇവരെ വിട്ടു പോകുന്നതിനുള്ളൊരു വിഷമത്തിലുമാണ്. ഐ വിൽ കം ടുമോറോ ബൈ എന്നിട്ട് പിന്നാളെ വരാമെന്നും പറഞ്ഞിട്ട് ബൈ പറഞ്ഞും കൊണ്ട് പോവാണ്.
അടുത്തത് എന്താണ്? ലുക്ക് അറ്റ് ദ നമ്പർ ഇൻ ഈച്ച് ഫ്ലവർ. ഈ ഓരോ ഫ്ലവറിൻ്റെ ഉള്ളിലും ഒരു നമ്പർ ഉണ്ട്. ഡ്രോ ദ സെയിം നമ്പർ ഓഫ് ലീവ്സ്. അത്രയും നമ്പർ നമ്മൾ ലീവ്സ് വരച്ചു കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫ്ലവറിൽ എത്ര എണ്ണം ഉണ്ട്? ഉള്ളിൽ നമ്പർ നോക്കിക്കേ, 2 അല്ലേ? അപ്പോൾ അതിന് 2 ലീവ്സ് ആണ് വരച്ചിട്ടുള്ളത്. അടുത്ത ഫ്ലവറിന് എത്ര എണ്ണം ഉണ്ട് നമ്പർ? 5 അല്ലേ? എത്രയാണ്? 5. അപ്പം നമ്മൾ അതിന് 5 ലീവ്സ് വരച്ചു കൊടുക്കണം. അടുത്തതിനോ 4 ലീവ്സ് ആണ് വരയ്ക്കേണ്ടത്. പിന്നെയോ 3 ലീവ്സ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ ലീവ്സ് വരച്ചു കൊടുക്കാം. പിന്നെ അടുത്തത് എന്താണ്? വിച്ച് ആർ ദ ഗ്രൂപ്പ്സ് വിത്ത് ദ സെയിം നമ്പർ സർക്കിൾ ദം. അപ്പോൾ ഇതിൽ 3 പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ സെയിം നമ്പർ ഏതാണോ അതിന് രണ്ടിനും സർക്കിൾ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4. അത് 4 ആണ്. അപ്പോൾ സെക്കൻഡതോ 1 2 3 4 5 ഉണ്ട് അല്ലേ? അപ്പോൾ അത് സെയിം അല്ല. അപ്പോൾ അടുത്തത് എണ്ണി നോക്കാം. 1 2 3 4. അപ്പോൾ ഫസ്റ്റത്തതും തേർഡത്തതും നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ലെറ്റ്സ് കളർ. കൗണ്ട് ദ ബേർഡ്സ് ആൻഡ് കളർ. അപ്പോൾ ഇവിടെ മുകളിൽ 1 മുതൽ 5 വരെയുള്ള 1 to 5 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഓരോന്നിനും ഓരോ കളറും തന്നിട്ടുണ്ട്. 1ൻ്റെ കളർ എന്താണ്? വയലറ്റ് അല്ലേ? 2ൻ്റെതോ ഗ്രീൻ, 3ൻ്റെത് റെഡ്, 4ൻ്റെത് ബ്ലൂ, അതുപോലെ തന്നെ 5ൻ്റെതോ സ്കൈ ബ്ലൂ ആണ് അല്ലേ? അപ്പോൾ അങ്ങനെ 5 കളേഴ്സിനും 5 നമ്പേഴ്സിനും ഓരോ കളർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റത്തത് കൗണ്ട് ചെയ്ത് നോക്കാം. കൗണ്ട് ദ ബേർഡ്സ് ആൻഡ് കളർ. അപ്പോൾ ഫസ്റ്റത്തെ എത്ര ബേർഡ്സ് ഉണ്ട്? 1 2 3 4 5. അപ്പോൾ 5ൻ്റെ കളർ എന്താണ്? സ്കൈ ബ്ലൂ അല്ലേ? അപ്പം നമുക്ക് ആ പക്ഷികൾക്കൊക്കെ ആ ബേർഡ്സിനൊക്കെ സ്കൈ ബ്ലൂ കൊടുക്കാം. അടുത്തതായിട്ടോ 1 2. അപ്പോൾ 2 ഏതാണ് കളറ്? ഗ്രീൻ. അപ്പോൾ ആ 2 കിളികൾക്ക് നമുക്ക് ഗ്രീന് കൊടുക്കാം. പിന്നെ നടുക്കുതാ 1 നിൽക്കുന്നു. അപ്പോൾ 1ൻ്റെ കളർ ഏതാണ്? 1ൻ്റെ കളർ ഏതാണ്? വയലറ്റ്. അപ്പം നമുക്ക് അതിന് വയലറ്റ് കൊടുക്കാം. അടുത്ത താഴെ ഫസ്റ്റ് ഏതാണ്? 1 2 3. അപ്പോൾ 3യുടെ കളറ് റെഡ് അല്ലേ? അപ്പോൾ 3 റെഡ് കൊടുക്കാം. പിന്നെയോ ലാസ്റ്റ് ഏതാണ്? 1 2 3 4. അതിന് നമുക്ക് ബ്ലൂവും കൊടുക്കാം. അത്ര കളർ ചെയ്ത് നല്ല ഫില്ലാക്കി വെക്കുക കേട്ടോ. ബേർഡ്സ് ഓഫ് വിച്ച് കളർ ആർ ദ മോസ്റ്റ്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഏത് കളറാണ്? ഫസ്റ്റ് 5 ഉള്ളതല്ലേ? അപ്പോൾ സ്കൈ ബ്ലൂ ആണ് അല്ലേ ഏറ്റവും കൂടുതലുള്ളത്. എത്ര എണ്ണം ഉണ്ട്? ഹൗ മെനി? 5. റൈറ്റ് ദീസ് നമ്പേഴ്സ് ഫ്രം ദ ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. അപ്പോൾ ഈ നമ്പേഴ്സ് വലുത് നിന്നും ചെറുതിലേക്ക് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഏതാണ് ഫസ്റ്റ് ഏത്? ഏറ്റവും വലുത് ഏതാണ്? 5. പിന്നെയോ 4 3 2 1 അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ഇതോടുകൂടെ കഴിയാണ് കേട്ടോ. മക്കൾക്ക് മിസ്സിൻ്റെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ഉമ്മയോടും അമ്മയോടൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് മിസ്സ് പെട്ടെന്ന് തന്നെ വരാം. ബാക്കിയുള്ള സബ്ജക്റ്റും മിസ്സിൻ്റെ ചാനലിലുണ്ട് കേട്ടോ.